വെരിഗേറ്റഡ് മുസംബി. ഇത് നമ്മൾ ആദ്യം വന്നിട്ടേ കുഴി വെട്ടിയതാണ്. 2 അടി അകലത്തിലാണ്, 2 അടി സ്ക്വയറിലാണ് കുഴി വെട്ടുള്ളത്. കുഴിയിട്ട് പോയതാണ്. എന്താണ് ഇപ്പൊ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് വെക്കാൻ കാരണം? നമുക്ക് അതിനോടുള്ള പിന്നെ ഇതേമാതിരി ഒരു വില്ല തന്നെ ബാക്കി പോണതാ പോരാ? ഇല്ല, നമ്മള് പ്രകൃതിയോട് ഇണങ്ങി ചേരണം എന്നുള്ള ഒരു ഇതുള്ളത് കാരണം നമുക്കത് അങ്ങനത്തെ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ടാണ് ഫ്രൂട്ട്സ് പ്ലാന്റ്. നമുക്ക് കാണുമ്പോഴും ഒരു ഹാപ്പിനെസ് കിട്ടണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വീടിന്റെ ബാക്കിലേക്ക്, വില്ലയുടെ ബാക്കിലേക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. നമസ്കാരം. ഞാനിന്ന് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കാണിക്കാനല്ല, മറിച്ച് ഫ്രൂട്ട്സ് ഗാർഡൻ കാണിക്കാനാണ്. ഒരു ഫ്രൂട്ട്സ് ഗാർഡൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ബാക്കിലേക്ക് ഒന്ന് ഉണ്ണിച്ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഗാർഡൻ്റെ പേരാണ് ആരണ്യം ഗാർഡൻ പൊന്നാനി. പക്ഷേ ഈ സ്ഥലം പൊന്നാനിയല്ല, ഈ സ്ഥലം നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ അമല ഹോസ്പിറ്റലിൻ്റെ തൊട്ട്, അതായത് ആ കാണുന്നതാണ് അമല ഹോസ്പിറ്റൽ. അതിൻ്റെ തൊട്ടായിട്ട് മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്, വില്ല എന്ന് പറയാം. ഇപ്പോൾ പുതിയതായിട്ട് പണി കഴിപ്പിച്ചിട്ട് ഒരു NRIs ആണ് അവരെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇവരൊരു എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊരു 14 സെൻറ്റ് സ്ഥലം കൂടെ ബാക്കിലോട്ട് എടുത്തിട്ട് അവിടെ ഫുള്ള് ഫ്രൂട്ട്സ് ഗാർഡൻ സെറ്റ് ചെയ്യാണ്. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇത് ഗാർഡൻസ് ഒക്കെ നേരത്തെ ഉള്ളതല്ലേ? ഗാർഡൻസ് ഇത് ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് ആണല്ലേ? ബാക്ക് സൈഡ്. പ്രോപ്പർട്ടി ഏകദേശം ഒരു 10-25 സെന്റ് സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? അത് ടോട്ടൽ ഉണ്ടാവും. 10 സെന്റ് മാത്രം ഒരു 14 സെന്റ് അല്ലേ? അതെ. പരിപാടികൾ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത്? ആദ്യം വന്നിട്ട് സ്ഥലമെടുപ്പ് പരിപാടിയൊക്കെയാണ്? അല്ല, സ്ഥലം വന്ന് നോക്കിയിട്ട് കുഴി കുഴിക്കും. നമ്മൾ എന്തൊക്കെയാണ് പ്ലാന്റുകൾ വെക്കാനുള്ളത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് അല്ല, കുറെ എണ്ണം വെക്കുന്നതല്ല. ഇതില് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ഒരു 10-40 പ്ലാന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പേര, അതെ. ഇത് റൂബി റെഡ് ലോങ്ങൻ, ഒരുവിധെല്ലാം കാഴ്ച ചെടികളാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അതെ. പിന്നെ ബ്ലാക്ക് ഡയമണ്ട് പേര, ഇത് മറ്റേ വെരിഗേറ്റഡ് മുസംബി. പിന്നെ ഞാവല്, അബിയു. പിന്നെ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ആണ് പ്രോപ്പർട്ടി അല്ലേ? അതെ. പേരെന്താ? സജീഷ് അല്ലേ? സജീഷ് ഇവിടെ തന്നെ നാട്ടിലുണ്ടോ? അതെ, നാട്ടിൽ തന്നെയാണ്. ഇവിടുന്ന് ഒരു എക്സാക്ട് 7 കിലോമീറ്റർ കഴിഞ്ഞാലാണ് വീട് വരുന്നത്. ബ്രദറിന്റെ വീടാണ് ഇത്, വില്ലയാണത്. ഇവിടെ കംപ്ലീറ്റ് പൊന്ത പിടിച്ച് കിടക്കുന്നു. ഇത് നമ്മൾ കംപ്ലീറ്റ് വൃത്തിയാക്കിയതിനു ശേഷം കുഴി കുഴിച്ച് ഇത്രയും നമ്മൾ ചെയ്തു. അപ്പൊ ഇതിലൊക്കെ നമ്മൾ നടാണ്ട് കേട്ടോ. ഇത് നമ്മള് കവുങ്ങ് നടാണ്ട്. ഇത് സീതപ്പഴം. ഇത് റെഡാണ്. റെഡ് സീതപ്പഴം. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ വലിപ്പുള്ള മാവുകൾ? അതെ. അത്ര നമ്മൾ മാവുകൾ കൊണ്ടു വെക്കുന്നുള്ളൂ. പണിക്കാർ എത്ര ആളുണ്ട്? പണിക്കാർ 4 ആള്. ഇതിപ്പോ ആദ്യം നിങ്ങൾ എന്താ ഇതിൽ മിക്സ് ചെയ്ത് ചേർക്കണത്? ഇതിൽ കംപ്ലീറ്റ് ആദ്യം നമ്മള് കുഴി ഒഴിച്ചതിന് ശേഷം പച്ചക്കക്ക ഇടും. പച്ചക്കക്ക ഇട്ടതിന് ശേഷം നമ്മൾ ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങളാണ് നമ്മൾ ഇടുന്നത്. അത് ചെയ്തതിന് ശേഷം നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ആട്ടുംകാട്ടും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഇടും. എന്നതിന് ശേഷം നമ്മൾ തടം മൂടും. അതിനുശേഷം നമ്മൾ മേൽഭാഗം നമ്മൾ എന്ത് ചെയ്യും, ആട്ടുംകാട്ടം ഒക്കെ മിക്സിങ് ചെയ്തിട്ടുണ്ട്. ഇത് സപ്പോട്ട, ബനാനാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ബനാന. ഇതിപ്പോ ഈ കുഴികൾ തമ്മിലുള്ള അകലം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്? അകലം നമ്മൾ ഇതിൽ ഈ ഭാഗത്ത് വരുന്നതേ കവുങ്ങുന്ന് വരുന്നോണ്ട് അപ്പൊ ഹൈറ്റ് ഉള്ളതാണ്. നമ്മൾ 10 അടി വെച്ചിട്ടുണ്ട് മാക്സിമം. ചിലതൊക്കെ നമ്മൾ 8 അടിയും ഒക്കെ കുറച്ചിട്ടുമുണ്ട്. കാരണം അത് പ്ലാന്റ്സ് വളർന്ന് വലുതാകുമ്പോഴേ ഈ ഷെയ്ഡ് കൂടുതൽ വരരുതല്ലോ. അല്ല, അതിൽ നമ്മൾ പ്രൂൺ ചെയ്യേണ്ട ഒരു ഇതുകൂടി ചെയ്തു. അതെല്ലാം നമ്മളെല്ലാം മെയിൻ്റെനൻസ് ചെയ്യും. 3 മാസം കൂടുമ്പോൾ 3 മാസം കഴിഞ്ഞ് നമ്മളിപ്പോ 15 ദിവസം കഴിഞ്ഞാൽ ഞാൻ വരുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ ഉടനീളം ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താ മാവാ? അത് മാവ്. ഏതാണ് ഇത്? നാംഡോക്മൈ ആണിത്. കുറെ മാവുകളുണ്ട്. പേരൊക്കെ കൃത്യമായിട്ട് അറിയണ്ടാവില്ല. കുറെ മാവുകളുണ്ട്. തായ്ക്കിങ് പേര് പെട്ടെന്ന് കിട്ടുന്നുണ്ടാവില്ല. ഈ മണ്ണ് നിങ്ങൾ അടിച്ചാണോ അവിടെ? അല്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നാണോ? ഇതിൽ ഈ കോമ്പൗണ്ടുകൾ കെട്ടാൻ വേണ്ടിട്ടേ മണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ മണ്ണ് കംപ്ലീറ്റ് തട്ടി നിരത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിരത്താണ്ട്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഈ മണ്ണില്ലേ, ചുവന്ന മണ്ണാണ്. അപ്പൊ അതിലേക്കൊക്കെ തടം വൃത്തിയാക്കാൻ വരുമ്പോ തട്ടി ഇടാണ്ട്. ഞാനത് ചോദിച്ചു, കാരണം ഈ മണ്ണ് നല്ല മണ്ണാണ്. നല്ല മണ്ണ് തോന്നുന്നുണ്ട്. ചുവപ്പ് മണ്ണാണ്. ഇതിൽ തെങ്ങും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കസ്റ്റാർഡ് ആപ്പിൾ. ഇത് മറ്റേ കുളമ്പ് ഇല കണ്ടു കഴിഞ്ഞാൽ അറിയാം. ടാഗ് ചില ടാഗുകളൊക്കെ പോയിട്ടുണ്ടാവും. ഇത് ലളിത് പേരാ. ഇതൊക്കെ ഓൾറെഡി കാഴ്ച മരങ്ങൾ. അതെ. പിന്നെ ഈ വണ്ടിയിൽ വരുമ്പോ പൊട്ടിയിട്ടൊക്കെ ഇരിക്കും. നമ്മള് ഉഷാറായി വരും. അത് വളങ്ങൾ ചേർക്കണ്ടല്ലോ. ശരിക്കും ഈ സമയമാണ് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ്. അതെ, ഇപ്പം മഴയുള്ള സമയമല്ലോ, നടാന്നല്ലേ അല്ലേ? അതെ. ഇത് കാലാപ്പാടി മാവാണ്. ശരി. ഇത് ചന്ദ്രകാരൻ. ഈ കാരണം
ഭയങ്കര മാറ്റാണ്. ഉണ്ണിയേട്ടൻ വന്നിട്ട് പ്ലാന്റേഷൻ ചെയ്തതിനു ശേഷം നമ്മുടെ നോക്കുമ്പോ തന്നെ നമുക്ക് ഇപ്പൊ ഭയങ്കരമായിട്ടൊരു ഹാപ്പി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാ ആ മൈക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇത് പിടിച്ചു, ഇങ്ങനെ പിടിച്ചു. എന്താണ് ഇപ്പൊ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് വെക്കാൻ കാരണം? നമുക്ക് അതിനോടുള്ള പിന്നെ ഇതേമാതിരി ഒരു വില്ല തന്നെ ബാക്കി പണിതാ പോരെ? ഇല്ല, നമ്മള് പ്രകൃതിയോട് ഇണങ്ങി ചേരണം എന്നുള്ള ഒരു ഇതുള്ളത് കാരണം നമുക്കത് അങ്ങനത്തെ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ടാണ് ഫ്രൂട്ട്സ് പ്ലാന്റ്. നമുക്ക് കാണുമ്പോഴും ഒരു ഹാപ്പിനെസ് കിട്ടണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വീടിന്റെ ബാക്കിലേക്ക്, വില്ലയുടെ ബാക്കിലേക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. ഉണ്ണിയേട്ടൻ വന്ന് ഉണ്ണിയേട്ടന്റെ കാര്യങ്ങളെല്ലാം നമ്മളായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ണിയേട്ടൻ അതിലൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണെന്നുള്ളത് നമുക്ക് ഓപ്ഷനാന്നുള്ളത് മനസ്സിലായി. ഓപ്ഷനായി മനസ്സിലായി. ആൾ ചെയ്ത് ഇപ്പൊ കഴിയാറായപ്പോഴും നമുക്കത് മനസ്സിലായി നമ്മൾ തെരഞ്ഞെടുത്തത് കറക്റ്റ് ആണെന്നുള്ളത്. ഇത് ഈ ചാമ്പയ്ക്ക ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നാണ്? അല്ല, അവര് കൊടുന്ന് പ്ലാൻ ചെയ്താണ്. നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ലേബേഴ്സും അവരുടെ നല്ല ഇതായിരുന്നു. നമ്മള് പറമ്പ് ആദ്യം കാണുന്ന രീതിയിലായിരുന്നില്ല. ഇപ്പൊ ആകെ ഇതായിരുന്നു, കാട് പിടിച്ച് ഒരു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. മുളകളായിരുന്നു, മൊത്തത്തില് മുളം കാടായിരുന്നു. അതിൽ നിന്ന് നല്ല മാറ്റാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ അത് എന്താ ബാലൻസ് പ്ലാന്റോ കൊണ്ടുപോകും, തിരിച്ചുകൊണ്ടോ അല്ലേ? നമ്മൾ ഈ പ്ലോട്ട് കണ്ടു കഴിഞ്ഞാൽ ആ പ്ലോട്ട് വന്ന് നോക്കിയതിന് ശേഷം ആ പ്ലോട്ടിൽ വന്ന് സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ എത്ര പ്ലാന്റുകൾ കിട്ടും എന്നൊക്കെ നോക്കും. നമ്മൾ എത്ര പ്ലാന്റുകൾ ചെയ്യാൻ പറ്റും, ആ പ്ലാന്റുകൾ നോക്കി വന്നിട്ട് നമ്മൾ പണിക്കാരുമായി വന്ന്, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ പണിക്കാർ കൂടി വന്നിട്ടാണ് നമ്മൾ ഇന്ന എത്രയും ഗ്യാപ്പിൽ എത്ര വെക്കാന്നുള്ളത്. പക്ഷെ ഇതിൽ അകലെ ചെറിയ കുഴികളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിത് പണിക്കാർ വന്ന് ചെയ്തത്, നമ്മളെ പണിക്കാരല്ലത് ഇറ്റാച്ചി വന്ന് കിളച്ചതാണ്. അപ്പോൾ നമുക്ക് അവിടെ കഴുങ്ങോള് വെക്കാം. ആദ്യം ആ സാധനം വന്ന് കിളച്ച് നിരപ്പാക്കിയില്ല? അതെ. ഇത് ഒരു കാടായിരുന്നു, കംപ്ലീറ്റ് കാടായിരുന്നു. ഒരു നല്ലൊരു വൃത്തിയാക്കിയത് അവർക്ക് തന്നെ പറഞ്ഞല്ലോ അവര്. പിന്നെ ഇതിപ്പോ വളർന്നു വരുമ്പോ അടിപൊളിയായിരിക്കും. ഓ, നല്ലൊരു വേറെ പരിപാടി ഈ നടക്കാനുള്ള വഴികൾ ഇങ്ങനെ വേറെ. അല്ല, ഇതാണ് കറക്റ്റ് വേ. ഇതാണ് ഒരു 10 അടി ഗ്യാപ്പ് ഇട്ടുണ്ട്. മറ്റൊന്നും അത്ര ഗ്യാപ്പ് ഇട്ടുണ്ടാവില്ല. ഉണ്ടോ? ഇത് 10 അടി ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്ത് ചാമ്പയാണത്? അത് ഡൽഹരി അല്ലേ? നല്ല നല്ല ബുഷായിട്ടുള്ള ഓൺ വണ്ടി ഉണ്ട്, സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതെ. ഇതാണ് മാവ് കണ്ടില്ലേ? ബുഷായ മാവ്. നല്ല സാധനം ഉണ്ട് ഇപ്പൊ, ഒന്നും വേറെ എക്സ്ട്രാ ഒന്നും ഇല്ലല്ലോ. അതാ മറ്റേ പ്ലാവ് പറഞ്ഞാൽ. ഇത് വിആർക്കാണ് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ചക്ക. ശരി. എൻ്റെ ലീഫ് തന്നെ കണ്ടാ അറിയാം. എല്ലാ സാധനം ഉണ്ട്. അപ്പൊ ഇത്ര മതി. ഒരു 10-40 പ്ലാന്റ് ഉണ്ടെങ്കിൽ 40 മുകളിലുണ്ട്. ഇതില് അഡീഷണൽ കവുങ്ങൾ വെക്കാച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ 3 മാസം. ഇതിപ്പോ നമ്മള് ജൂലൈ അല്ലേ? അല്ല, ജൂണാണ്. അതെ. അല്ല, ഞാൻ 5 ദിവസം കഴിഞ്ഞാൽ വരും. 5 ദിവസം കഴിഞ്ഞാൽ വന്നിട്ട് നമ്മൾ ഇതൊന്നും നോക്കാണ്ട്, നമ്മൾ സെറ്റ് ചെയ്ത് പോയാലും നോക്കാണ്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ചെയ്യും. അതായത് ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അതെ, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പുള്ളി ഗൾഫിലാണ് ഇതിന്റെ ഓണർ. അപ്പൊ ശരി, എന്തായാലും താങ്ക് യു. ഓക്കെ.